മൈസൂർ വെട്ടിപ്പാളയത്തിനടുത്ത് താമസിക്കുന്ന ബോബി എന്ന് വിളിക്കുന്ന ജോസഫ് അച്ചായൻ്റെയും ഭാര്യ അന്നക്കുട്ടിയുടെയും ജീവിത കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ കന്നിക്കുഴി പ്രദേശത്തു നിന്ന് ബിസിനസ് നഷ്ടത്താൽ നാട് വിട്ടുപോന്ന ഏകദേശം 20 വർഷമായി മൈസൂരിൽ താമസിക്കുന്ന ഈ കുടുംബം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബനാഥൻ 3 പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ പരാജയപ്പെട്ടത് മൂലം യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നതിനെ തുടർന്ന് നിരവധി വർഷങ്ങളായി താൻ ജോലി ചെയ്യാതെ ഭവനത്തിലായിരിക്കുന്നു. ഇപ്പോൾ വളരെ അവശ നിലയിൽ കിടപ്പിലാണ്. മൂത്ത മകൻ മാനസിക അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നു. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയ മകൻ ചായ കച്ചവടം ചെയ്ത് നടത്തിയാണ് ആ കുടുംബം പുലർത്തുന്നത്. താമസിക്കാൻ ഒരു വീടില്ലാതെ വളരെ കഷ്ടപ്പെടുന്ന വിശ്വസ്തരും വിശ്വാസികളുമായ ഈ കുടുംബത്തിൻ്റെ ശോചനീയ അവസ്ഥയിലേക്ക് ക്രിസ്ത്യൻ ലൈവ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രൈസിലോട് നമ്മളെ മൈസൂരിലുള്ള ഒരു അന്നക്കുട്ടി ആൻറ്റിയാണ്. ഇത് ബോബിച്ചായൻ. ദീർഘവർഷങ്ങളായിട്ട് അവർ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ഈ സ്ഥലത്ത് പാർക്കുകയാണ്. അവരുടെ സ്ഥിതി വളരെ കഷ്ടത്തിലാണ്. അതിനെക്കുറിച്ച് ആൻറ്റിയോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻറ്റിയോട് ചോദിക്കുന്ന കാര്യം മറുപടി പറയും. അതാണ് ഈ സ്ഥിതി. ആൻറ്റി, ഈ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടോട്ട് വരാനുള്ള സാഹചര്യം എന്നാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കടബാധ്യത കൂടുതലായി. പിന്നെ ഞങ്ങളുടെ വീട് ജപ്തിയായി. പിന്നെ എൻ്റെ മകന് രോഗമായി. നാട്ടിൽ കോട്ടയം കഞ്ഞിക്കുഴി ഇറങ്ങാനിലായിരുന്നു ഞങ്ങളുടെ സ്വന്തം വീട്. ആ വീട് ജപ്തിയായി. മീൻ കച്ചവടമായിരുന്നു. മീൻ കച്ചവടത്തിൽ കുഴപ്പമൊന്നുമില്ല. അതിനിടയ്ക്ക് ഒരു വണ്ടി എടുത്തു ഒരു മീനെടുക്കാനായിട്ട്. അത് സീസി ആയിരുന്നു. അത് പിന്നെ കെട്ടാൻ വഴിയില്ലാതായി. പിന്നെ അത് ഞങ്ങൾ പലിശയ്ക്ക് എടുത്തു. പലിശ അടയ്ക്കാൻ മേലാതെയായി. കച്ചവടം ഇത് പലിശക്കെടുത്തതായി. അങ്ങനെയായി. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കക്കളില്ല. വീടും പോയി. പിന്നെ മകന് മാനസിക രോഗിയായി. അച്ചായനെ കടം കാരണം അച്ചായനെ എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു രീതിയായപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് ഒരോടും പോകാൻ 2 ആൺമക്കളല്ലേ, അവരെങ്ങനെയും ജീവിക്കുമെന്ന് പറഞ്ഞു പോകുന്നതാണ്. 2003 ഇവിടെ 2000 ഞങ്ങൾക്ക് ആകെ നിക്കക്കളി ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. പിന്നെ മക്കള് വേറെ പണിയൊന്നുമില്ല. അവരും ഈ അച്ചായനെ സഹായിക്കായിരുന്നു. കുഴപ്പമില്ലാതെയൊക്കെ പോയതാണ്. വണ്ടി എടുത്ത് ഞങ്ങൾക്ക് ഇതായി. 2 ആൺമക്കള്. ജീമോന് മാനസികമായിട്ട് അവന് 17 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. അന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ അച്ചായ നല്ലതായിട്ടൊക്കെ എടുത്തോണ്ടില്ല. അന്ന് കാശൊക്കെ ഉണ്ടായിരുന്നു കോട്ടയത്ത്. അത് കുഴപ്പമില്ലാതെ തരുന്നവന് കുറവായി വന്നത്. അന്നേരമാണ് ഞങ്ങൾക്ക് ഈ കടബാധ്യതകളെല്ലാം കയറി വീട് ജപ്തിയായി. പിന്നെ അവിടുന്ന് പോരേണ്ട അവസ്ഥയായിപ്പോയി. പിന്നെ അവിടുന്ന് ഞങ്ങളെങ്ങനെ ആകെ 4000 രൂപ കൊണ്ട് അവിടുന്ന് വിട്ടു വന്നത് ഈ മൈസൂരിൽ വന്നു. പിന്നെ ഞങ്ങൾ ഈ അക്ഷയ ഭണ്ഡാരത്തിൻ്റെ താഴെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് 250 രൂപ വാടകയ്ക്ക് എടുത്ത്. പിള്ളേർക്ക് പണിയില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ അക്ഷയ ഭണ്ഡാരത്തിൻ്റെ അവിടെ നമ്മുടെ എബനീസർ ചർച്ച് വന്നതും അന്നിരുന്ന പാസ്റ്റർ ഞങ്ങളെ സഹായിക്കുകയും അവിടെ നിൽക്കുകയും ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെയും ബുദ്ധിമുട്ടിലൊക്കെ അവരുടെ സഹായം കൊണ്ട് ഇവിടം വരെ വന്നത്. പിന്നെ മക്കളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം അങ്ങളും പിള്ളേരുടെ കൂടി ഇവിടെ കച്ചവടം അത് ഈ നൈറ്റില് ഇച്ചിരി അന്നസാമ്പാറും ബാത്തും ഒക്കെ ഉണ്ടാക്കി മക്കളുടെ കൊടുത്തു വിടുക. ഞാൻ ഉണ്ടാക്കും വീട്ടിൽ. ഇവിടെ ഉണ്ടാക്കി തള്ളുവണ്ടിയെ കൊടുത്തു വിടും. ടീ റൈസ് ഇതൊക്കെ. അത് കുഴപ്പമില്ലായിരുന്നു. കച്ചവടമൊക്കെ നന്നായി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അച്ചായൻ ഇങ്ങനെ കിഡ്നിക്ക് പ്രോബ്ലമായി. പിന്നെ മൂത്രാവകാശത്തിൽ ഇങ്ങനെ അത് 3 ഓപ്പറേഷൻ ചെയ്തു. 6 മാസത്തോളം ആ ചായനെയും കൊണ്ട് ആശുപത്രിയിലൊക്കെ ആയി. ഫെയിലായിപ്പോയി. അന്ന് തൊട്ട് മൂത്രം കൺട്രോളില്ല. ഇൻഫെക്ഷനും കിഡ്നിക്ക് പ്രോബ്ലം. പിന്നെ അച്ചായൻ വീട്ടിൽ തന്നെ ആയിപ്പോൾ ഒരു 15 വർഷമായി.
കടപ്പ് ഇപ്പൊ തീരെ കടപ്പ് 2 വർഷമായി. മറ്റേ പോയി വെളിയിൽ പോകാൻ പറ്റാത്ത പോലെ മൂത്രം ഇങ്ങനെ അങ്ങനെ കൺട്രോൾ ഇല്ലാതെ അവര് പിന്നെ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ ബാംഗ്ലൂർ കൊണ്ടുപോയി 2.5 ലക്ഷം. അന്നൊന്നും എനിക്ക് നിവർത്തിയില്ല. മറ്റേ സഭയുടെ ഒരു സഹായം കൊണ്ട് ഇവിടം വരെയൊക്കെ എത്തുന്നു. പിന്നെ മക്കള് പോയി ചായ വിൽക്കാൻ പോയ ഒരു ദിവസം എത്ര രൂപ കിട്ടും? നമ്മുടെ ചെലവിനുള്ള കാശ് കിട്ടുന്നുണ്ട്, വീട്ടു ചെലവിനും. പിന്നെ സമ്പാദ്യമൊന്നുമില്ല. പിന്നെ ബാക്കി മരുന്ന് മേടിയും ഒക്കെ നമ്മുടെ എത്ര രൂപ ഇവർക്ക് 2 പേർക്കും? മൂത്ത മോൻ ജീമോനും മരുന്ന് മേടിക്കണം, ബഹുചാനും മരുന്ന് മേടിക്കണം. ഒരു മാസം ഏകദേശം എത്ര രൂപ ആവും? ഒരാഴ്ച 900 രൂപ വെച്ചാവും. ഒരാഴ്ച 900 രൂപ വെച്ചാൽ ഏകദേശം 4000 രൂപയോളം ആവുമല്ലോ. ഓക്കെ, ഒരു മാസം ഏകദേശം 4000 രൂപ മെഡിസിന് മാത്രം ചിലവാകുന്നുണ്ട്. ഇപ്പോൾ പോയാൽ സന്തോഷ് പോയാൽ കിട്ടുന്നത് എത്ര രൂപ? ഒരു 500-500 രൂപ കിട്ടുമോ? കഷ്ടിച്ച് അത്രയും കിട്ടത്തില്ല. ഒരു ദിവസം 500 രൂപ പോലും കിട്ടത്തില്ല. ഒരു 100-300 രൂപ കിട്ടും. അവൻ പറഞ്ഞ് എനിക്ക് അതിൽ നിന്ന് ഒരു 100 രൂപ ബാലൻസ് വെക്കാൻ നിൽക്കുന്നില്ല. ഈ മരുന്നാണ് ഞങ്ങളുടെ തീറ്റയല്ല, നല്ല ആഹാരം കഴിക്കില്ല. അതൊക്കെ ഞങ്ങളുടെ സഭയിലുള്ള ദൈവമക്കളുടെ കൃപ കൊണ്ട് ഇതുവരെ നടന്നു. പലരുടെ സഹായം കൊണ്ടൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ദാരിദ്ര്യം ഇല്ലാതെ താമസിച്ചു പോവുക. ചെറിയ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഈ വീട് ചെറിയൊരു വീട് ലീസിനെടുത്താ അല്ലേ? അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോബ്ചാൻ കിടക്കുന്ന ഈ കട്ടിലിടുന്ന ഇടയേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞ് അടുക്കളയുണ്ട്, ഒരാൾക്ക് നിന്ന് തിരിയാവുന്ന ഒരു ചെറിയ അടുക്കളയുണ്ട്, ഒരു ബാത്റൂമുണ്ട്. ഇത്രയും സൗകര്യമുള്ളൂ ഈ വീട്ടിനകത്ത്. അന്ന് എന്തോ കുറച്ച് പൈസ അവർ കൊടുത്ത് ലീസിന് ഈ വീട് എടുത്തത് കൊണ്ട് ഈ വീടുണ്ട്, വാടകയില്ല. പക്ഷേ അത് എപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് അറിയത്തില്ല. വളരെ അസൗകര്യമുള്ളൊരു സ്ഥലത്താണ് ഇത് താമസിക്കുന്നത്. അങ്ങനെ അപ്പം നാട്ടിലെ നിങ്ങൾക്ക് വേറെ വീടോ സൗകര്യമൊന്നും ഇനി ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു വീടുമായിരുന്നു. അത് ഈ ബാങ്കിൽ വണ്ടി എടുക്കാൻ വേണ്ടി അച്ഛൻ ലോണ്. അത് അന്ന് 1.5 ലക്ഷം എടുത്തുള്ളൂ. എടുത്തെങ്കിൽ 50 അടച്ചത്. എന്നിട്ടും ഞങ്ങൾ പിന്നെ ഇല്ലാതെ വന്ന് അത് കൂടി അവർ ജപ്തിയായി അവരെടുത്തു. വേറെ ഒന്നുമില്ല. ഇത് രണ്ടാമത്തെ മകൻ സന്തോഷാണ്. അദ്ദേഹത്തിന് ഏകദേശം 50 വയസ്സ് പ്രായമായി. ഈ ജീവിതത്തിലെ കഷ്ടപ്പാടും പ്രയാസവുമായിട്ട് ഒരാളാണ് കുടുംബം നടത്താനുള്ളത്. ഫ്ലാസ്കിൽ കുറച്ച് ചായയുമായിട്ട് ഇവിടെയുള്ള മാർക്കറ്റിൽ പോയി അത് വിൽക്കും. സന്തോഷിനോട് തന്നെ കാര്യം ചോദിക്കാം. സന്തോഷം, ഒരു ദിവസം ഈ ചായ വിൽക്കാൻ പോയാൽ ഏകദേശം എത്ര രൂപ കിട്ടും? ഏകദേശം 350 രൂപ ലാഭം കിട്ടും. അപ്പോൾ ഒരു 350 രൂപ കൊണ്ട് വേണം ഈ കുടുംബം മൊത്തം നടത്തിക്കൊണ്ട് പോകാനായിട്ട്. എല്ലാ ദിവസവും കച്ചവടം ഉണ്ടോ? എല്ലാ ദിവസവും ചില ദിവസങ്ങളുണ്ട്, ചില ദിവസം അല്ലേ? അവധി ദിവസങ്ങൾ മാർക്കറ്റാണോ ഉണ്ടല്ലേ? MC മാർക്കറ്റാണോ ഉണ്ട്. മറ്റേ ജീമോൻ മൂത്ത ആള് പോയാൽ പുള്ളിക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇതുപോലെ തന്നെ പുള്ളിക്ക് ഇതേ രീതിയിലുള്ളൂ. 2 ലിറ്റർ വിൽക്കുള്ളൂ. പുള്ളി എത്ര രൂപ തരും ആൻറ്റി ജീമോന്? 100 രൂപ. ജീമോൻ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചിട്ട് പുള്ളിക്ക് വീട്ടിൽ കൊടുക്കാൻ കിട്ടുന്നത് 100 രൂപയാണ്. സ്ഥിതിഗതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഇവിടെ ഈ ലോക്കൽ ചർച്ച് IPC എബനേസർ കല്യാണഗിരി ചർച്ചിൻ്റെ ഇപ്പോഴത്തെ പാസ്റ്റർ ടൈറ്റസ് ചാക്കോ, ഇവരുമായിട്ട് വളരെ വർഷങ്ങളെ പരിചയമുള്ള പാസ്റ്ററാണ്. പാസ്റ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഏരിയയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹം ഇവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പറയും. പാസ്റ്റർ ഇവിടുത്തെ സാഹചര്യങ്ങളൊന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സജി പാസ്റ്റർ പറഞ്ഞതുപോലെ 16 വർഷമായിട്ട് ഞാൻ മൈസൂരിലുണ്ട്. അന്ന് തൊട്ട് ഇവരെ കാണുന്നതാണ്. ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് ഞാൻ ഇവരുടെ സഭാ ശുശ്രൂഷനായിട്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ അടുത്ത് അറിയുവാൻ ദൈവം സഹായിച്ചു. വാസ്തവത്തിൽ സഭയുടെയും മറ്റ് അനേക ദൈവമക്കളുടെയും ഒക്കെ സഹായം കൊണ്ടാണ് ഇവർ വാസ്തവത്തിൽ കഴിഞ്ഞു പോകുന്നത്. അതുപോലെയുള്ള പല ചികിത്സകളും അങ്ങനെയുള്ള ചെലവുകളും മരുന്നിന് വേണ്ടിയുള്ള പല ചെലവുകളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ജീവിതം പോകുന്നത്. ഇതുവരെ പ്രിയ അന്നക്കുട്ടി ആൻറ്റിയും അതുപോലെ അവരുടെ മകൻ സന്തോഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ്, നിജസ്ഥിതിയാണ്. തീർച്ചയായും അവർക്ക് ഇനിയൊരു ആവശ്യമെന്ന് പറയുന്നത് ഒരു കിടപ്പാടമാണ്. അതിനുവേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഒരു വഴി ഒരുങ്ങിയാൽ അത് അവർക്ക് ഏറ്റവും ഒരു അനുഗ്രഹവും പ്രയോജനമായിട്ട് മാറും. നമ്മുടെ IPC മൈസൂർ സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്റർ രാജൻ ജോൺ ദീർഘവർഷങ്ങളായിട്ട് ഈ സെൻറ്ററിൻ്റെ പാസ്റ്ററാണ്. അദ്ദേഹത്തിന് കുടുംബമായിട്ട് അവർ വന്ന കാലം മുതലുള്ള പരിചയമുണ്ട്.
പാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. പാസ്റ്റർ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. പ്രിയ കുടുംബമായിട്ട് കർത്താവിൻ്റെ ദാസൻ ഉറപ്പിച്ച പോലെ തന്നെ അവർ വന്ന സമയം മുതൽ എനിക്ക് പരിചയമുണ്ട്. അവരുടെ അവസ്ഥകൾ, സ്ഥിതിഗതികളൊക്കെ പറഞ്ഞു. അത് ആവർത്തിക്കേണ്ട ഒരു കാര്യം ഇല്ല. കർത്താവിൻ്റെ ദാസൻ ഇവിടുത്തെ സഭാഭാഷ പറഞ്ഞതുപോലെ ചിന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യം, അവർക്കൊരു കിടപ്പാടം ഏതെങ്കിലും വിധത്തിൽ ലഭിച്ചാൽ പിന്നീട് സഭയും മറ്റുള്ള പ്രിയപ്പെട്ടവരും നൽകുന്ന ചെറിയ സഹായം കൊണ്ട് അവർക്ക് അല്പം കൂടെ സമാധാനത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് എന്തെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കണം. ഞങ്ങളാലാവോളം ഞങ്ങളുടെ കഴിവനുസരിച്ച് അവർക്ക് ഇത്രയും ഭാരിച്ച ചിലവുകളുള്ളത് കൊണ്ട് ഞങ്ങളാലാവോളം ഞങ്ങൾ സഹകരിക്കുകയും അതുകൊണ്ടാണ് ഇത്രയും നാൾ മുൻപോട്ട് പോകാനിടയായത്. ഇപ്പോൾ അവരുടെ മക്കളെക്കുറിച്ച് കേട്ടല്ലോ, ജീമോൻ, സന്തോഷ്. അവരെ രണ്ടുപേരും വിവാഹിതർ പോലും അല്ല. അവർ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ രീതിയിൽ അവരുടെ കൂടെ ജീവിക്കേണ്ടതായി വന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുകയും നിങ്ങളാൽ കഴിയുന്ന ഏതെങ്കിലും വിധത്തിൽ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. തീർച്ചയായിട്ടും അവരുടെ സഹായത്തിനെ അറിയിക്കുന്ന ഒരു കുടുംബമാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നമ്മൾ വളരെ ചുരുങ്ങിയ നിലയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളാരും വീഡിയോ എടുക്കാനുള്ള പ്രൊഫഷണൽസ് ഒന്നുമല്ല. എങ്കിലും ഇവരുടെ സാഹചര്യത്തെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി അത് ആ നിലയിൽ നമ്മൾ ഈ കാര്യം ചെയ്യുകയാണ്. കുടുംബം, ഞാൻ ഈ ചർച്ചിൽ ഒരു 4 വർഷം സഭാഭാഷയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അവരുടെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും വളരെ ദൈവത്തെ സ്നേഹിക്കുകയും പോഷിക്കുകയും പ്രാർത്ഥിക്കുകയും വളരെ മാതൃകയായിട്ട് ജീവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. പക്ഷേ അവരുടെ സ്ഥിതി വളരെ വല്ലാത്തൊരു പരിസ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദേശത്തൊരു കടപ്പാടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഉണ്ടായി വരുന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. വളരെ വില കൂടുതലാണ്. എങ്കിലും പലരുടെ സഹായത്താൽ അത് സാധിക്കുന്ന കാര്യമാണെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളേവരും കഴിയുന്ന സഹായ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യണം. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കും.